ശ്രീ എൻ ശ്രീകുമാർ, ഇത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ അത് വ്യക്തമായിട്ട് കേട്ടു അല്ലോ. അപ്പോൾ നേരത്തെ ശ്രീ റെജു ലൂക്കോസ് പറയുന്നത് പോലെ അല്ല വിഷയങ്ങൾ. 88 തൊട്ട് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പാർട്ടി വിട്ടത് എന്തിനാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായിട്ടും അല്ലാതെയും പരോക്ഷമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, കരുനാഗപ്പള്ളി തൊട്ട് ഇങ്ങോട്ട് പാലക്കാട് തൊട്ട് പത്തനംതിട്ട വരെ ഇതൊക്കെയുണ്ട്. അതൊക്കെ പ്രാദേശിക വിഷയമാണ് എന്നാണ് പറയുന്നത്. ആശയപരമായിട്ടുള്ള വിഷയങ്ങൾ ആമാശപരമായിട്ടുള്ളതാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുകയും ചെയ്യും. ശ്രീ എൻ ശ്രീകുമാർ, മറുപടി. CPM-ന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഈ തുടർഭരണം കിട്ടുമ്പോൾ മിക്കവാറും എതിർ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ നിരീക്ഷകരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ പാർട്ടിയിലത്തെ ഈ തുടർഭരണം ആ പാർട്ടിയെ ഒരു അസ്വസ്ഥതയിലേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു. ഇത് കാലം രാജ്യത്തിൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് തുടർഭരണം കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്നാണ്. അതിന്റെ കാരണം തുടർഭരണം കിട്ടിയാൽ സ്വയമേ ശോഷിച്ച CPI വീണ്ടും ശോഷിക്കും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. കാരണം സംഘടന വളരില്ല. എന്നാൽ അതിന് വ്യത്യസ്തമായി സംഘടനാ ശക്തിയുള്ളതാണ് CPM. പക്ഷേ ഭരണതലത്തിലെ സുഖസൗകര്യങ്ങളുടെ വർധന പാർട്ടിയെ പല തട്ടുകളെ തിരിച്ചു എന്നുള്ളതാണ്. CPM-ലെ ഗ്രൂപ്പിസം മുമ്പ് തലപ്പത്തായിരുന്നു. അത് VS പിണറായി ഗ്രൂപ്പാണെങ്കിലും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പാണെങ്കിലും. പക്ഷെ ഇപ്പോൾ അത് താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ദോഷം, അണികളെ നേതാക്കളെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് ഈ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് നമ്മുടെ സുഹൃത്ത് റെജി ലൂക്കോസ് പറയുമ്പോൾ അത് ഗതികെട്ട് പിരിച്ചുവിട്ടതാണ്. കാരണം ഏരിയ കമ്മിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ പിരിച്ചുവിട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ആർക്കും പ്രശ്നമില്ലല്ലോ, വിഭാഗീയതയിലില്ല, ഒന്നുമില്ല. കാരണം സംഗതി തന്നെ ഇല്ല, പാർട്ടി ഇല്ല, പാർട്ടി കമ്മിറ്റി ഒരു പ്രദേശത്തില്ല. CPM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? കൊഴിഞ്ഞാമ്പാറയിൽ എന്താ സംഭവിച്ചത്? കൊടിയുയർത്തി, ബദൽ സമ്മേളനത്തിന്റെ കൊടിയുയർത്തി ബദൽ ഓഫീസ് തുറന്നു. അതെന്താ നിസ്സാര കാര്യമാണോ? കാരണം അവിടെ നിയന്ത്രിക്കാൻ പറ്റില്ല പാർട്ടിക്ക്. അതായത് ഈ ബ്രാഞ്ച് ലോക്കൽ തലത്തിലുള്ള നേതാക്കളെ വിലയിരുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാൻ കാരണം നേതാക്കളിൽ ഈ നാലാം നിരയിലുള്ള നേതാക്കൾ, അതായത് ബ്രാഞ്ച് അല്ല ലോക്കൽ ഏരിയ തലത്തിലുള്ള നേതാക്കൾക്ക് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാതായി പോയി. കാരണം അവര് പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരാൾ BJP വന്നാൽ ആ ആള് നല്ലവൻ എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഒരാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നാൽ പിറ്റേന്ന് അയാളെ MLA സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും കാലം പാർട്ടി പറഞ്ഞ എന്താണ്? ഇനി അത് മാത്രമല്ല, ഇടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഇല്ലാത്തതിന്റെ ദോഷം ചിലരിലുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തിനാണ് ഇങ്ങനെ കൈനീട്ടി കെട്ടിപ്പിടിക്കുന്നത്? അപ്പൊ ഇത് പാർട്ടിയുടെ ലോക്കൽ ബ്രാഞ്ച് നേതാക്കൾ ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയതയുടെ വാർത്തകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വാർത്തകളുടെ പ്രചരണം പെട്ടെന്നാണ്, അതായത് വ്യാപിക്കുന്നത് പെട്ടെന്നാണ്. ഇപ്പൊ OGF പാർട്ടി 15 RMP ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് കേരളമാകാൻ മുഴുവൻ അറിയാൻ കുറെ സമയമെടുത്തു. പഴയ കാലത്തെ പാർട്ടിയുടെ വിഭാഗീയത പെട്ടെന്ന് അറിയില്ല. ഇപ്പൊ അതല്ല, വിത്തിൻ സെക്കൻഡ്സ്, അത് നിമിഷങ്ങൾക്കുള്ളിൽ ചാനലുകളിൽ ചിത്രങ്ങൾ അധികം, വീഡിയോകൾ, ചിത്രീകരണം അടക്കം വരികയാണ്, സോഷ്യൽ മീഡിയ വരികയാണ്. അപ്പൊ എന്താണ്? അവർക്ക് ആവേശം വരും, അവർക്ക് എങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രതികരിച്ചതെന്ന തോന്നൽ വരും. അത് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുള്ള CPM പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി അപർണ. പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ തലത്തിലെ നേതാക്കൾ കൈവിട്ടുപോയി. കാരണം എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേതാവിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാലം CPM-ൽ ഉണ്ടായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് എല്ലാവരും അവരവരുടേതായ ഒരു ഇടം ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും. ഇപ്പൊ വടക്ക് ഭാഗത്താണ് CPM-ന്റെ നേതാക്കളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കണ്ണൂര് പിണറായി ആണെങ്കിലും LDF മുൻ കൺവീനർ ആണെങ്കിലും ഇപ്പോഴത്തെ കൺവീനർ ആണെങ്കിലും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പ്രമുഖരായ ജയരാജന്മാരാണെങ്കിലും ഒക്കെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നോക്കൂ, തെക്കൻ ജില്ലകളിൽ പാർട്ടിയുടെ സാധാരണക്കാരായ മൂന്നാം നിരയിലുള്ള നേതാക്കളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സിംഗിൾ സംവിധാനം, ഏകശില സംവിധാനം എന്ന നിലയ്ക്ക് VS അച്യുതാനന്ദനില്ല, ആനത്തലവട്ടം ആനന്ദിനെ പോലുള്ള CHUക്കാരില്ല, അതുപോലെ G സുധാകരനെ പോലുള്ളവരില്ല, ഒരുപാട് പേരില്ല.
അങ്ങനെ വരുമ്പോൾ ആര് നിയന്ത്രിക്കും എന്നുള്ള ഘട്ടം വരുമ്പോഴാണ്, നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുമ്പോൾ സ്വയം അങ്ങ് പുറത്തു വരികയാണ്. ഇതിനെ പൊട്ടിത്തെറി എന്ന് ഞാൻ വ്യാഖ്യാനിക്കില്ല. കാരണം ഇത് പൊട്ടിത്തെറിയല്ല, ഇത് പാർട്ടിയിലെ പ്രവർത്തകര് അവർ നീർ നിൽക്കുകയാണ്. അങ്ങനെ നീറി പുകയുന്നത് ഈ പാർട്ടിക്ക് വലിയ കഷ്ടമാണ്. പൊട്ടിത്തെറിച്ചങ്ങ് പോകും. ഇപ്പൊ നമ്മുടെ മംഗലപുരം ഏരിയ സെക്രട്ടറി അദ്ദേഹം പുറത്തു പോയി, നേരെ മറിച്ച് നീറിട്ട് പോയി നിൽക്കുകയാണെങ്കിലോ അത് വലിയ പ്രശ്നം വരും. VS അച്യുതാനന്ദൻ നമ്മുടെ മാരാരിക്കുളത്ത് തോറ്റ കഥ അറിയാമല്ലോ, അതുപോലെ തോൽക്കും. അപ്പൊ അങ്ങനത്തെ അതാണ് ഈ പാർട്ടിയെ ഗ്രസിക്കാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ആ ഗ്രസിക്കാൻ പോകുന്നു എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞത് വൈകിപ്പോയി. ഇപ്പൊ നമുക്ക് പാലക്കാട് അവസാനത്തെ ഉദാഹരണം മാത്രം എടുക്കുന്നുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നയം എന്തായിരുന്നു, പാർട്ടിയുടെ അജണ്ട എന്തായിരുന്നു, ഏത് വിഷയമാണ് പാർട്ടി ജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നത്? ഭരണ നടപടിയല്ലല്ലോ, ഭരണ നേട്ടങ്ങളല്ലല്ലോ. ആദ്യം കൊണ്ടുവന്നത് എന്താണ്? BJP കോൺഗ്രസ് ഡീൽ. ആർക്ക് വേണം, ഏത് ജനത്തിന് വേണം ഡീല്? അവർ പരാജയപ്പെട്ടു. പിന്നെ കൊണ്ടുവന്ന കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് കേട്ട പാർട്ടിയുടെ അണികൾക്ക് അവർക്ക് വിശ്വാസം പോയി. അതായത് ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി പഠിപ്പിച്ചത് ഏറ്റു പറഞ്ഞു വന്നവരാണ്. പാർട്ടി പഠിപ്പിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. EMSഉം AV ആര്യനും പഴയ കാലത്ത് അവർ തർക്കിച്ചപ്പോൾ EMS ഒരു തെറ്റിദ്ധാരണാപരമായ പ്രസംഗം നടത്തി, തൃശ്ശൂർ വെച്ചിട്ടാന്ന് തോന്നുന്നു. അതായത് ട്രോട്സ്കി പറഞ്ഞൊരു വിഷയം അത് ലെനിന്റേതാക്കിയിട്ട് EMS അവതരിപ്പിച്ചുവെന്നും അത് വായനാശീലമുള്ള ആര്യൻ നമ്പൂതിരി എതിർത്തുവെന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് നമ്പൂതിരിമാര് വേണ്ടല്ലോ പാർട്ടിയിലെ എന്ന് ചിന്തിച്ചുവെന്നും അങ്ങനെ ആര്യം പുറത്തു പോയെന്നൊക്കെയാണ് കഥകള്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഏത് കാലത്താണെങ്കിലും CPM അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പുതപ്പിങ്ങോട്ട് എടുക്കും, എന്നിട്ട് കാണിക്കുന്നൊക്കെ എന്താ? ഇപ്പൊ നമുക്ക് പാലക്കാട്ട് അവർക്ക് എന്ത് ശാസ്ത്രം ഉണ്ടായിരുന്നത്, പാലക്കാട്ട് അവർക്ക് എന്ത് നയമാണ് ഉണ്ടായിരുന്നത്? ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്നൊരാള് ഇന്ന് വന്നിട്ട് പറയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റുകാരനെ അവതരിപ്പിച്ചിട്ട് പാർട്ടി പറയാണ് മിസ്റ്റർ ക്ലിയർ എന്ന് പറയാണ്. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീ N. ശ്രീകുമാർ, ഞാൻ തിരികെ എത്താം. ഈ പറഞ്ഞു വരുന്നത് തന്നെ ആ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശയ തർക്കങ്ങളല്ല,